الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر، هو الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. حسبنا الله ونعم الوكيل، ونعم المولى ونعم النصير. لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الإخوان والأخوات، أوصيكم وإياي بتقوى الله. പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായി തീരാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് തഖ്വയോടെ, സൂക്ഷ്മതയോടെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹുവെ നിൻ്റെ യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. വിശാലമായ ഭൂമിയാണ്, അള്ളാഹു മനോഹരമായിട്ട് സൃഷ്ടിച്ച ഭൂമിയാണ്. ഈ കോഴിക്കോട് ജില്ലയിലോ കൊച്ചു കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തെ വ്യത്യസ്തമായ നാടുകളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളവരാണ് നമ്മളൊക്കെ. അങ്ങനെ നമ്മൾ ജീവിതം മുഴുവൻ യാത്ര ചെയ്താലും തീരാത്തത്ര വിശാലമായി പരന്നു കിടക്കുന്നതാണ് ഈ ഭൂമി. ആകാശലോകത്ത് കാണുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. അതും സൂര്യനേക്കാൾ വലിയ എത്രയോ നക്ഷത്രങ്ങൾ ആകാശലോകത്തുണ്ട്. ഏകദേശം 3-4 ബില്യൺ നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഗാലക്സി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ട്രില്യൺ കണക്കിന് ഗാലക്സികളുള്ള ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, സംരക്ഷകനായ, അധിപനായ റബ്ബുൽ ഇസ്സത്തിനെ ജീവിതത്തിൻ്റെ രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു,
നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിചാരത്തോടെ ഇഹ്സാനോടുകൂടെ ജീവിക്കണമേ എന്ന് ഒരിക്കലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഒരുപാട് വലിയ അനുഗ്രഹത്തിൽ ആണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇന്നിങ്ങനെ പള്ളിയിൽ വന്നിരിക്കാൻ, കഅബ ഷരീഫിലേക്ക് ഇങ്ങനെ മുഖം തിരിച്ചിട്ട് ഖിബ്ലയെ അഭിമുഖീകരിച്ചിരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഏതാനും കുറച്ച് വെള്ളിയാഴ്ചകൾ മാത്രമാണുള്ളത്. ഒരുപാട് വെള്ളിയാഴ്ചയൊന്നും നമുക്ക് ഇങ്ങനെ അള്ളാഹിൻ്റെ മസ്ജിദിൽ ചേർന്നിരിക്കാൻ സാധിക്കൂല. വളരെ എണ്ണപ്പെട്ട ദിവസത്തിൽ ഒരു ദിവസം ഇന്ന് അവസാനിക്കുകയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് വെള്ളിയാഴ്ചകൾ ഓർമ്മയില്ലാത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി. ഇനി അവസാനം നമ്മൾ കിടപ്പിലാകുന്ന ഒരു ദിവസമുണ്ട്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ ചേർന്ന് നിന്ന് സംസാരിക്കുമ്പോൾ കിടപ്പിലായ ഒരുപാട് രോഗികളെ, വർഷങ്ങളോളം 10, 15, 20 കൊല്ലമൊക്കെ കിടപ്പിലായ രോഗികളെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ്. നമ്മളും ഒരിക്കൽ കിടപ്പിലാകും. കിടപ്പിലായിട്ട് ആ കിടന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്ത് അവിടെ ഇങ്ങനെ നമ്മൾ കിടക്കേണ്ട ഒരവസ്ഥ വരും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവോട്, അള്ളാഹു അങ്ങനെ കിടപ്പിലാകുന്ന ഒരവസ്ഥ എനിക്ക് വരുത്തല്ലേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും വേണം. അങ്ങനെ നമുക്ക് കൊച്ചു ജീവിതത്തിലെ ഏതാനും വെള്ളിയാഴ്ചകളിൽ ഒരു വെള്ളിയാഴ്ചയാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ മെഡിക്കൽ കോളേജിൽ, ആശുപത്രികളിൽ ഒരുപക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് കൂടി ഈ വെള്ളിയാഴ്ച കൂടാൻ പറ്റാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരാ മനസ്സിൽ ആ വേദനയോടുകൂടിയായിരിക്കണം അവരങ്ങനെ കിടക്കുക. പല വാർഡുകളിൽ കിടക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് അള്ളാഹു തന്ന നിഅമത്തായ ആരോഗ്യം, അത് അള്ളാഹു തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചതാണ്. നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഇല്ലാതെയാകുമ്പോഴേ നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഇപ്പം അൽഹംദുലില്ലാ നമ്മൾ പള്ളിയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ, അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, യൂറോപ്യനാണ്. അദ്ദേഹത്തിന് വലിയ ഡോളർ കണക്കിന് ആസ്തിയുള്ള വ്യക്തിയാണ്. ഒരുപാട് കാറുകൾ, ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള കാറുകളും വാച്ചുകളും ഷൂവും എല്ലാ സൗകര്യങ്ങളും ജീവിച്ച മനുഷ്യന് ഡോക്ടർ വിധി ചെയ്തതാണ്, ഇനി മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട വ്യക്തി, ഇനി ഏതാനും മാസങ്ങളെ ജീവിക്കൂ എന്ന് ഡോക്ടർ വിധി ചെയ്തതാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, ഇത്രയും കാലത്തെ അടിച്ചുപൊളി ജീവിതം അവസാനിപ്പിച്ചു, സമ്പത്ത് മുഴുവൻ ഡോളർ കണക്കിന് ആഫ്രിക്കയിലെ മറ്റു പല പാവപ്പെട്ട രാജ്യങ്ങളിൽ കൊണ്ടുപോയി അദ്ദേഹം ചെലവഴിച്ചു. മാസങ്ങളോളം അതിൻ്റെ പിന്നാലെയായിരുന്നു. പിന്നെ അദ്ദേഹം അവസാനമായി കിടപ്പിലായി. മരണസമയത്ത് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഏറ്റവും വലുത് ആരോഗ്യമാണ്. നിങ്ങൾ എണീറ്റ് നിൽക്കാൻ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനമാണ്. രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അതുകൊണ്ട് നമുക്കിവിടെ പള്ളിയിൽ വരാൻ ഓക്സിജന്റെ വില തന്നെ മനസ്സിലാക്കും. ICUവിൽ കിടക്കുമ്പോൾ ഒരു വെന്റിലേറ്ററിലിട്ട് കിടക്കുമ്പോൾ എത്ര രൂപ കൊടുക്കണം ഹോസ്പിറ്റല്. മെഡിക്കൽ കോളേജിലെ അവസ്ഥ ആലോചിച്ച് നോക്കും. മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നമ്മൾ ICUവിൽ കിടന്നവരിതിൽ എത്ര പേരുണ്ടെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഓക്സിജൻ എത്ര വില കൊടുക്കും. ഒരു മണിക്കൂർ നേരം അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ നമ്മൾ എത്ര പണം ചിലവഴിക്കണം. അള്ളാഹുവിൻ്റെ നിഅമത്താണ് നമ്മളിങ്ങനെ ഓക്സിജനായിട്ട് എടുക്കുന്നത്. അൽഹംദുലില്ലാ. ഇത് അൽഹംദുലില്ലാ എന്ന് ഇപ്പം അറബികൾ അവരോട് കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവരിങ്ങനെ പറയുന്നത് കാണാം. കാറിൽ കയറുമ്പോൾ അൽഹംദുലില്ലാ, ബസ്സിൽ കയറുമ്പോൾ അൽഹംദുലില്ലാ, പള്ളിയിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ അൽഹംദുലില്ലാ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക. ഇതാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ, ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ. അപ്പോൾ ഈ നിഅമത്ത്, അള്ളാഹ് തന്ന വലിയ നിഅമത്താകുന്ന ജീവിതത്തിലെ ആരോഗ്യം എന്ന് പറയുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹത്തിലാണ് നമ്മളുള്ളത്. അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ ഒരു പള്ളിയിൽ ജുമുഅക്ക് ഒരുമിച്ച് കൂടുന്ന ഉറപ്പ് പറയാൻ നമുക്ക് പറ്റൂല. ഈ ഭൂമിയിൽ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ. നമ്മൾ ഏതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ ഒരു കടയിൽ ചെന്നിട്ട് വാങ്ങുമ്പോൾ അതുമ്മൽ എഴുതി വെച്ചിട്ടുണ്ടാവും 10 വർഷത്തെ ഗ്യാരണ്ടി, 30 വർഷത്തെ ഗ്യാരണ്ടി. ഒരു ദിവസമോ അടുത്ത മണിക്കൂറോ ഈ ജുമുഅ കഴിഞ്ഞ് ഇവിടുന്ന് പിരിയാൻ പറ്റുമോ എന്ന പോലും ഗ്യാരണ്ടി ഇല്ലാതെ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. മരണം എപ്പോഴും സംഭവിക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തിൽ ശുക്റുള്ളവരാവുക, നന്ദിയുള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്സിജന്റെ കാര്യം എടുത്തു നോക്കൂ. നമ്മളിങ്ങനെ ഓക്സിജൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് വിലയുണ്ടാവില്ല. സൗജന്യമായിട്ട് അള്ളാഹ് തരുന്ന അള്ളാഹുവിൻ്റെ ഓക്സിജനാ. അള്ളാഹ് തന്ന ഭൂമി, അള്ളാഹ് തന്ന വെള്ളം, അള്ളാഹ് തന്ന വായു, അള്ളാഹ് തന്ന വെളിച്ചം. അള്ളാഹിൻ്റെ ഭൂമിയിൽ നിന്നിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടി, അങ്ങനെയുള്ളവരുണ്ട്.
മുസ്ലിമായിട്ട് ജീവിക്കുക, അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടി കാണിക്കുന്ന ആളുകളും ഉണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ വലിയൊരു നിഅമത്താണ് ആരോഗ്യം. ഈ ആരോഗ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമാണ്. 1 മിനിറ്റോ 10 മിനിറ്റോ 5 മിനിറ്റോ നമുക്ക് ഓക്സിജൻ എടുക്കാതെ നിൽക്കാൻ പോലും പറ്റൂല. ഉറക്കത്തിൽ വരെ ഓക്സിജൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു. ആകാശലോകത്ത് സൂര്യൻ അത് കടലിലേക്ക് വരുന്നു. ശാസ്ത്രം പഠിച്ചവരുണ്ട്. കടലിലെ ഉപ്പുവെള്ളം നമ്മൾ ബീച്ചിൽ പോയിട്ടെടുത്താൽ വായിൽ വെച്ചാൽ പുളിക്കുന്ന പുളിവെള്ളമാണ് ആ ഉപ്പുവെള്ളം. ആ ഉപ്പുവെള്ളത്തെ ബാഷ്പീകരിച്ച് ആകാശത്ത് മഴമേഘങ്ങളായി മഴ വർഷിച്ച് നമ്മുടെ ഈ ഉറവകളിലേക്ക്, കിണറ്റിലേക്ക്, ജലാശയങ്ങളിലേക്ക് അള്ളാഹു തരുന്ന ശുദ്ധജലം അത് കുടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എണീറ്റ് നിൽക്കുന്നത്. എന്നിട്ട് നമുക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ നമുക്ക് ബിസ്മി ചൊല്ലാൻ പോലും ചിലർക്ക് മടിയാ. ബിസ്മി ചൊല്ലുന്ന ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരാണ്, ഭക്ഷണം വെള്ളം കുടിച്ചവരെ, ഇനിയും കുടിക്കാൻ പോകുന്നവരാണ്. ഉച്ചക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്ത് എവിടെയാ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉച്ചക്കുള്ള ഭക്ഷണം. അപ്പൊ അത് കഴിക്കുമ്പോൾ ബിസ്മില്ല, അള്ളാഹുവിന്റെ നിഅമത്താണ്. ഒരു ഭക്ഷണം, ഓരോ അരിമണിയും അള്ളാഹു സൃഷ്ടിച്ചെടുക്കുന്ന മാസങ്ങളുടെ പ്രോസസ്സിനെ പറ്റി, ഒരു പാടത്ത് ചെടിയുണ്ടായി വളർന്ന് അരിമണിയായി വളരുന്ന ആ പ്രോസസ്സിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മാഷാ അല്ലാഹ്, അത് അതിന്റെ അത്ഭുതകരമായ. സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വെള്ളം ഞാനങ്ങ് വറ്റിച്ച് കളഞ്ഞാൽ, കിണറിലെ ജലാശയങ്ങളിലെ ഉറവ ഞാനങ്ങ് നിർത്തി, അങ്ങക്ക് ആരാണ് വെള്ളം തരിക എന്നുള്ള ചോദിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ അള്ളാഹു വെള്ളം വെച്ചത് നമുക്ക് കുടിക്കാൻ. അള്ളാഹു കുലു വഷ്റബു ഹലാലൻ ത്വയ്യിബൻ, തിന്നാനും കുടിക്കാനും തന്നെ. പക്ഷെ അള്ളാഹിന്റെ നിഅമത്തിലാണ് ഭക്ഷണം കഴിക്കാനുള്ള നിയമത്ത്, അള്ളാഹു ആരോഗ്യം തന്നത്. ഈ നിഅമത്തുകളെ ഓർക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാവണം വെള്ളിയാഴ്ച. പ്രാർത്ഥിക്കാനുള്ള സന്ദർഭമാണ്, അതോടൊപ്പം നിഅമത്തുകൾ ഓർക്കാനുള്ള. ഒരുപാട് അനുഗ്രഹങ്ങളാലാണ് പ്രത്യേകിച്ച് മലയാളികളായ മുസ്ലിം സഹോദരന്മാർ കേരളത്തിൽ ഒരുപാട് നിഅമത്ത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഫലസ്തീന്റെ വിഷയം നമുക്ക് എല്ലാവരുടെയും മനസ്സിലുള്ളതാ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ കഴിഞ്ഞ ഏകദേശം 10-75 വർഷത്തോളമായിട്ട് ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളും കണ്ണീരും നമ്മൾ കാണുന്നതാണ്. ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും, ജീവൻ തന്നെ നിർഭയത്വമില്ലാത്ത മണ്ണിൽ അവർ ജീവിക്കുന്ന പ്രയാസങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ അൽഹംദുലില്ലാ സുന്ദരമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു നമുക്ക് തന്നു എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അതൊക്കെ ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നമ്മൾ ഏറ്റവും തഖ്വയോടെ, സൂക്ഷ്മതയോടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നതിൻ്റെ പേരാണ് മുസ്ലിം എന്ന്. പൂർണ്ണമായും നമ്മുടെ ചിന്തകൾക്ക് സ്ഥാനമില്ല, നമ്മുടെ ആശയങ്ങൾക്ക് സ്ഥാനമില്ല, നമ്മുടെ ജഡിക താല്പര്യങ്ങൾക്ക്, തൻ്റെ ചിന്തകൾക്ക്, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ശരി ഇതാ, അങ്ങനെ പറയലില്ല. എൻ്റെ ശരികളല്ല, അള്ളാഹു തന്ന ഭൂമി, അള്ളാഹു തന്ന ശരീരം, അള്ളാഹു തന്ന വായു, അള്ളാഹു തന്ന വെള്ളം, അള്ളാഹുവിൻ്റെ നിഅമത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്, ഈ ഭൂമിയിലെ സകലതും തസ്ബീഹ് ചെയ്യുന്നു അള്ളാഹുവിനെ. അള്ളാഹിൻ്റെ ഖൽഖാണ്. നമ്മൾ സൃഷ്ടാവായ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ തേട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്താകുന്ന ഈ വലിയ അനുഗ്രഹങ്ങളിലൂടെ ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയവർ ഇന്ന് വീണ്ടും കിടന്നുറങ്ങാൻ പോകുന്നവരാ. 7-8 മണിക്കൂർ ഹൃദയം മിടിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ഡോക്ടർ അവസാനമായിട്ട് പൾസ് ചെക്ക് ചെയ്തിട്ട് തലച്ചോറും ഹൃദയവും നിന്ന ശേഷം പറയും ആള് മരിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? രോഗിയുടെ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അവസാനം. ഐസിയുടെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ വല്ലാത്ത അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയുടെ കൂടെയുള്ള ആളുകൾ ചോദിച്ച അവസാനമായിട്ട് ഡോക്ടറുടെ കണ്ണിൽ നോക്കി ഇനി എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. അവസാനത്തെ ചോദ്യമാണ്. അപ്പോൾ ഡോക്ടറുടെ അവസാനം, ഇനി നിങ്ങൾ ദുആ ചെയ്തോളൂ, പ്രാർത്ഥിച്ചോളൂ. യഥാർത്ഥത്തിൽ ശിഫ നൽകുന്നത് അള്ളയാണ്. ഷിഫ എന്ന അറബ് വാക്കിന് ശമനം എന്നാണ് മലയാളത്തിൽ. ശമനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയും റിലീഫ് എന്ന വാക്കുണ്ട്. ഒരു രോഗിക്ക് ആ രോഗിയുടെ വേദന മാറാൻ, പല്ലുവേദന വന്നു, ശക്തമായ വേദന, തലച്ചോറിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് ശക്തമായ വേദനയാ. പല്ലുവേദന വരാത്തവരാരും ഉണ്ടാവില്ല. അങ്ങനെ ആ വേദന സഹിക്കാൻ പറ്റാതെ ഡോക്ടറെ കാണുമ്പോൾ ഒരു പെയിൻ കില്ലർ എടുത്തിട്ട് നമുക്ക് തരുന്നു, വേദനാ സംഹാരി. അത് കഴിക്കാൻ വേണ്ടി ചുണ്ടോട് ചേർക്കുമ്പോൾ ബിസ്മില്ല. ഇവിടെ ചെറിയൊരു ശിർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. രോഗം അല്ലാഹ് തന്നതാ, ചികിത്സയും വേണം, ചികിത്സിക്കണം.
ചികിത്സിക്കണ്ട എന്നല്ല, മരുന്ന് അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ മരുന്നിനെ തേടണം, ചികിത്സിക്കണം. പക്ഷേ ചികിത്സിക്കുമ്പോൾ നിയ്യത്ത് അള്ളാഹു ആകണം. ഞാൻ കഴിക്കുന്ന പെയിൻ കില്ലർ ചുണ്ടോട് ചേർക്കുമ്പോൾ വായിലിടാൻ വേണ്ടി നിൽക്കുമ്പോൾ ബിസ്മില്ല, എനിക്ക് ശിഫ നൽകുന്നത് അള്ളാഹുവാണ്, അള്ളാഹു തരുന്ന ശിഫയിലാണ് ഞാൻ ജീവിക്കുന്നത്, അള്ളാഹുവാണ്. അള്ളാഹു തീരുമാനിച്ചാൽ, നേരത്തെ പറഞ്ഞ വ്യക്തിയില്ലേ, ഡോളർ കണക്കിന് ആസ്തിയുള്ള വ്യക്തി, എത്ര ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയി, ലോകത്ത് എത്ര വലിയ സമ്പന്നരായ ആളുകൾ ജീവിതത്തിന്റെ അവസാന സന്ദർഭം ICUയിൽ കിടന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആരോഗ്യം, നിങ്ങൾക്ക് ഹെൽത്ത് ഉള്ളത് കൊണ്ടാണ്, അള്ളാഹു തന്ന വലിയൊരു നിഅമത്താണ്. ഈ വലിയ നിഅമത്തിൽ ജീവിക്കണം എന്ന്, ഈ ശുക്ർ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ജീവിക്കണം എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത് അതാണ്. ഇപ്പൊ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശുക്രോടുകൂടി നന്ദിയോടെ വേണം ജീവിക്കാൻ. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ഭക്ഷണവും നമ്മൾ കഴിക്കുമ്പോൾ അത് അള്ളാഹിന്റെ റഹ്മത്താണ്. ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ്, അത് അള്ളാഹിന്റെ റഹ്മത്താണ്. ബിസ്മി ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ ഭക്ഷണം, ഓരോ ഭക്ഷ്യപദാർത്ഥവും നമുക്ക് അള്ളാഹ് തന്ന നിഅമത്താണ്. വെള്ളം കുടിക്കുന്നത്, വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഖുർആൻ, ആകാശലോകത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നതിനെ പറ്റി അള്ളാഹ് തന്ന നിഅമത്താണ്. അപ്പോൾ ഇത്രമാത്രം മതി അള്ളാഹിന്റെ ഭൂമിയിൽ, അള്ളാഹിന്റെ ഭൂമിയായത്. ഇവിടെ കൊച്ചു ജീവിതമാണ്. ഈ ഒരു നൂറ്റാണ്ടില്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ എത്ര പേര് ജീവിച്ച് മരണപ്പെട്ടു പോയി നമ്മുടെ നാട്ടിലൊക്കെ. നമ്മുടെ മഹല്ല് ഖബർസ്ഥാനിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചവരെ പറ്റി ആരൊക്കെ ഓർക്കണ്. അടുത്തൊരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ നമ്മളും തീരാൻ പോകുന്ന ഒരു കൊച്ചു ജീവിതം, ഒരു 20 20 എടുത്ത് നോക്കുക. ആദ്യത്തെ 20 കുട്ടിക്കാലം, വിദ്യാർത്ഥി കാലഘട്ടം, അതങ്ങനെ ആ ഒരു ജീവിതം അങ്ങോട്ട് തീരും. പിന്നെ വരുന്ന ഇടക്കാലത്തുള്ള 20, പിന്നെ അവസാനത്തെ 20. അവസാനത്തെ 20ന്റെ ഒരു പ്രത്യേകത, തിരിച്ച് കുട്ടിക്കാലത്തേക്ക് ശരീരം തിരിച്ചു പോകുന്ന ഒരു കാലമാണ്. പ്രായമുള്ളവർക്കറിയാം, ശരീരം ഇങ്ങനെ ശോഷിച്ച് പിന്നെ പണ്ടത്തെ പോലെ പള്ളിയിലൊന്നും പോകാൻ പറ്റാതെ, യൗവനകാലത്ത് അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറ്റാത്തവർ അവസാന കാലത്തും അവർക്കത് സാധിക്കൂല. പിന്നെ കിടപ്പിലായി, രോഗ അവസ്ഥയിലായി, പിന്നെ അവസാനത്തിലേക്ക് വരും. അപ്പൊ ആരോഗ്യമുള്ള കാലം അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ, അള്ളാഹുവോടുള്ള ഇഷ്ടം നേടാനും, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതാരാണെന്ന് പരീക്ഷിക്കാനാണ് ഈ ദുനിയാവിലെ ജീവിതം. അള്ളാഹിനോട് നമ്മളൊരു ചോദ്യം ചോദിക്കുക, എന്തിനാ പടച്ചവനെ ഈ ജീവിതം, എന്തൊക്കെ പരീക്ഷണങ്ങളുടെ മേലെ പിന്നെയും പരീക്ഷണങ്ങൾ അള്ളാഹുവേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അള്ളാഹുവിന്റെ മറുപടി, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ഈ ജീവിതവും മരണവും അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കാനാണ്. അള്ളാഹുവേ, സർവശക്തനായ റബ്ബേ, നിന്റെ റഹ്മത്തുകളിൽ നന്ദിയുള്ളവരായി യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും വഇയ്യായ ബിതഖ്വല്ലാഹ്. ഒരിക്കലൂടെ അള്ളാഹിന്റെ നിഅമത്തിലാണ്, അള്ളാഹു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടെ അള്ളാഹിന്റെ ദിക്റിലും ഫിക്റിലുമായി ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹിന്റെ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് ചൊല്ലുന്ന ചില ദിക്റുകളല്ല. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, ഇതിങ്ങനെ പറയുന്നതിൻ്റെ കൂടെ ജീവിതത്തിലുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ നിയമവും വിധിയുമുണ്ട്. ഓരോ കാര്യത്തിലും, ഓരോ വിഷയത്തിലും നമ്മൾ നിലപാടെടുക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണോ, അല്ലെങ്കിൽ പിന്നെ വേറൊരു നിലപാട് മുസ്ലിമിനില്ല. അള്ളാഹു ആണോ, അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ നമ്മളത് ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ എടുത്തു പറഞ്ഞല്ലോ, കേരള മുസ്ലിങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹ് തന്നു. നല്ല മണ്ണ്, നല്ല അന്തരീക്ഷം പോലും. ഗൾഫിലൊക്കെ പോയി ജീവിച്ച് 50 ഡിഗ്രി ചൂടാണ്. നമുക്ക് നല്ല അന്തരീക്ഷം പോലും, ഇവിടുത്തെ ചൂട് തന്നെ നമുക്ക് പരാതിയാണ്. കാരണം നമ്മൾ അങ്ങനെ ജീവിച്ചിട്ടില്ല. ഭക്ഷണത്തെ പറ്റി ടെൻഷനില്ലാത്ത മസ്ജിദുകൾ, നിർഭയമായ മസ്ജിദുകൾ, എല്ലാവിധ സ്വാതന്ത്ര്യത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഒരുപാട് നിഅമത്തിലാണ്. നമുക്ക് ഭക്ഷണത്തെപ്പോലും ആശങ്കയില്ല. ഭക്ഷണമില്ലാതെ കോടാനുകോടി ജനങ്ങൾ
പട്ടിണിയാണ് ഏറ്റവും വലിയ വേദന. വിശപ്പ് സഹിക്കുന്ന മനുഷ്യന്മാരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൽ ശുക്ർ ചെയ്തു 5 വഖ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായിട്ട്, തഖ്വയോടെ ഈമാനുള്ളവരായിട്ട് നമ്മൾ മാറുക. അള്ളാഹുവേ, സർവശക്തനായ റബ്ബേ, നിന്റെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവേ ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ അള്ളാഹുവേ, ജീവിതത്തിൽ നീയല്ലാത്ത ഒരു വ്യക്തിയോടും ശക്തിയോടും ഞങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല റബ്ബേ. അള്ളാഹുവേ, നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള പാപങ്ങളല്ലാ പുറത്തു മാപ്പാക്കണേ അള്ളാഹുവേ, ഒരു ആശുപത്രിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവേ ഞങ്ങളെ കിടപ്പിലാക്കല്ലേ ഞങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല അള്ളാഹുവേ, ഏതൊക്കെ അസുഖങ്ങളുമായ ഞങ്ങൾ ജീവിക്കുന്നെന്നറിയില്ല അള്ളാഹുവേ, ആരോഗ്യം നിലനിർത്തി തരണേ അള്ളാഹുവേ, ഇതുപോലെ പള്ളിയിൽ വരാനും ദുആ ചെയ്യാനും നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും ആഗ്രഹിക്കുന്ന പലരും ആശുപത്രിയിലുണ്ട്, പല ആശുപത്രികളിലുണ്ട്. അള്ളാഹുവേ, അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരീക്ഷണഘട്ടത്തിലെ അസുഖത്തെ നീ ശിഫയാക്കി കൊടുക്കല്ലാ. അള്ളാഹുവേ, പല വേദനകളുമായിട്ട് ജീവിക്കുന്നവരുണ്ട്, വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, അവരുടെ വേദന മാറ്റിക്കൊടുക്കണേ അള്ളാഹുവേ, നീ തന്ന അനുഗ്രഹമായ ജീവിതം അള്ളാഹുവേ, നിന്റെ മുമ്പിൽ 5 വഖ്ത് സുജൂദ് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള പാപങ്ങൾ പുറത്തു മാപ്പാക്കണേ രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ പുറത്തു തരണേ അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കി തരണേ അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും സംസാരിച്ചത് വാക്കിലോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബറക്കത്തും തരണേ അള്ളാഹുവേ, ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ, ഫലസ്തീൻ ജനതയെ ഓർക്കാതെ എങ്ങനെ ഒരു ഖുതുബ അള്ളാഹുവേ, ഫലസ്തീന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്നവരെ നീ കാക്കണേ നീ സഹായിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേറൊരു സഹായമില്ല റബ്ബേ. ഇന്ത്യയിലെ തന്നെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് വെല്ലുവിളികളും പരീക്ഷണങ്ങളുമാ അള്ളാഹുവേ, നീ കാക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ ഭാര്യയെ സൗജിനെ ഇണതുണകളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തോടെ ജന്നാത്തുൽ ഫിർദൗസിൽ ചേർക്കണേ എല്ലാ കുടുംബ ബന്ധുക്കളെയും നീ ഹിദായത്തിലാക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഇസ്ലാമിക പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹുവേ, ഞങ്ങളുടെ നീയത്തുകളെ നന്നാക്കി തരണേ നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാക്കി മാറ്റണേ ഞങ്ങളുടെ കാപട്യങ്ങൾ, ഞങ്ങളുടെ മനസ്സിൽ കപടതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കി തരണേ ഇഖ്ലാസോടെ ഈമാനോടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ കൊണ്ട് പ്രകാശപൂരിതമാക്കണേ. ഞങ്ങളുടെ തെറ്റുകൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് മുക്തരായി സത്യവിശ്വാസികളായി സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا اغفر لنا ذنوبنا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.